പറയുന്നത്. അമ്മയോടും പുള്ളിക്കാരൻ വഴക്കും കാര്യങ്ങളാണോ? അമ്മയോടും വഴക്കും കാര്യങ്ങളോ. ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കിയ ആളാണ്. നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ അനിയത്തിയുടെ വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. പണ്ട് ഇവന്റെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവന്റെ അമ്മയായിരുന്നു ഇവനെല്ലാം. അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ചു, ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഇപ്പം അമ്മേനെ ഉള്ളം കയ്യിൽ നിന്ന് തള്ളി താഴെയിട്ട് ആ കൈ ഉപയോഗിച്ച് ഇവൻ തല്ലാൻ ചെന്നു എന്നാണ് ഇവന്റെ അനിയത്തി പറയുന്നത്. അതിൽ എന്തുമാത്രം വാസ്തവം ഉണ്ടെന്നോ ഇത് എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നതാണ്, ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അടി ഉണ്ടാകുമ്പോൾ അതെടുത്ത് സോഷ്യൽ മീഡിയയിലിടും, അതിലൂടെ റീച്ച് ഉണ്ടാകും. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഒരുത്തൻ്റെ വീട്ടിൽ എന്തെങ്കിലും തമ്മിത്തല്ലോ ഭാര്യയോ അനിയത്തിയോ അമ്മയോ അപ്പൂപ്പനോ അച്ഛനോ ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയാണെങ്കിൽ അതിന് നല്ല റീച്ച് ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസവ കേസായിരിക്കണം, ഭാര്യയ്ക്ക് ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രശ്നം ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ ആ ഇതിനൊന്നും വലിയ വ്യൂ ഒന്നുമില്ല. ഇവൻ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച് വെച്ചേക്കുന്ന കാരണം ഇവൻ്റെ ഒരു വീഡിയോസിനും വ്യൂ ഇല്ലാതെ വന്നപ്പോൾ ഇവൻ ഇതും കൊണ്ട് ഇറങ്ങിയതാണോ എന്നൊരു സംശയവുമുണ്ട്. ഫോർച്യൂണറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ മോനെ? ഫോർച്യൂണറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. മോൻ ഫോർച്യൂണർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിനക്കൊരു ഉപദേശം തരാറുണ്ട്. ഫോർച്യൂണറിനേക്കാളും നല്ലത് ഹൈലക്സ്. സൂപ്പർ വണ്ടിയാണ്, റെഡ് കളർ എടുത്താൽ മതി. ഇപ്പം നിൻ്റെ ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിൻ്റെ സാധനമൊക്കെ എൻ്റെ ബാക്കിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഏത്